Hello everyone. So today we'll be talking about how we can derive the Henderson-Hasselbalch equation, and we'll also be discussing its applications. So let's see. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ആസിഡ് HA എന്നെടുക്കാം. അത് ഡിസോസിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കാം. ഒരു ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് H+ എന്നും A- എന്നുമായിട്ട് അവർ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ. ഇവർക്കൊരു ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ഉണ്ട്, വിച്ച് ഇസ് K. അപ്പോൾ K എന്തുവാന്ന് വെച്ചാൽ നമുക്ക് പ്രോഡക്ട്സ് ഓവർ റിയാക്ടൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം, വിച്ച് ഈസ് H+ ഇൻറ്റു A-, അതേപോലെ തന്നെ താഴെ HA കോൺസെൻട്രേഷൻ. ഇങ്ങനെ നമുക്ക് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് H+ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ടേംസിലാക്കി എടുക്കണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ മേളിലേക്ക് കൊണ്ടുപോകാം, A- താഴേക്കും വരും. അപ്പം H+ is equal to Ka into HA by A-. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നെഗറ്റീവ് ലോഗരിതം എടുക്കാം. അപ്പം നെഗറ്റീവ് ലോഗ് ഓഫ് H+ is equal to negative log of Ka into HA by A-. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ലോഗരിതത്തിൻ്റെ കുറച്ച് റൂൾസ് വെച്ച് നമുക്കിത് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ നെഗറ്റീവ് ലോഗ് ഓഫ് H+ is equal to negative log of Ka minus log of HA by A-. നെഗറ്റീവ് ലോഗ് ഓഫ് H+ എന്ന് പറയുമ്പോൾ അത് pH ആണ്. നെഗറ്റീവ് ലോഗ് ഓഫ് Ka എന്ന് പറയുമ്പോൾ അത് pKa ആണ്. പിന്നെ മൈനസ് ലോഗ് ഓഫ് HA by A-. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ മൈനസ് സൈൻ കളയാൻ വേണ്ടി നമുക്ക് ഇവർ രണ്ടുപേരെയും ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷനായിട്ട് pH is equal to pKa plus log of A- by HA എന്ന് കിട്ടും. ഇതാണ് ഹെൻഡർസൺ-ഹാസൽബാക്ക് ഇക്വേഷൻ. അപ്പോൾ ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ എഴുതും. അപ്പം അത് ഏത് ആസിഡ് വേണോ ആവാം. HA is equal to HA gives H+ and A-. അവിടെ ഒരു ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka എന്ന് പറയുന്നു. ഈ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എന്നാണ്. അപ്പം H+ ഇൻറ്റു A-, കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A- ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA എന്ന് വരും. അവിടെ നിന്ന് നമുക്ക് H+ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള രീതിയിൽ നമുക്കത് റീഅറേഞ്ച് ചെയ്യാം. അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് H+ is equal to Ka ഇൻറ്റു HA by A- എന്ന് കിട്ടും. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടേക്ക് നെഗറ്റീവ് ലോഗറിതം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് മൈനസ് ലോഗ് H+ is equal to മൈനസ് ലോഗ് Ka ഇൻറ്റു HA by A- എന്ന് വരും. അത് ലോഗരിതത്തിൻ്റെ ചില റൂൾസ് യൂസ് ചെയ്ത് നമ്മൾ ഒന്നുകൂടെ എഴുതുമ്പം അത് മൈനസ് ലോഗ് H+ is equal to മൈനസ് ലോഗ് Ka മൈനസ് ലോഗ് HA by A- എന്ന് വരും. മൈനസ് ലോഗ് H+ എന്ന് പറയുന്നത് pH ആണ്. മൈനസ് ലോഗ് Ka എന്ന് പറയുന്നത് pKa ആണ്. അപ്പോൾ നമുക്ക് pH is equal to pKa മൈനസ് ലോഗ് HA by A- എന്ന് കിട്ടും. ആ മൈനസ് സൈൻ കളയാനായിട്ട് നമ്മൾ വീണ്ടും ഈ A- HAയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് pH is equal to pKa plus log A- by HA എന്ന് കിട്ടും. ഇതാണ് ഹെൻഡർസൺ-ഹാസൽബാക്ക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് pKa ഗിവൺ ആണ്. അതേപോലെ തന്നെ നെഗറ്റീവ് അയോൺസിൻ്റെയും ആസിഡിൻ്റെയും കോൺസെൻട്രേഷനും അതിൻ്റെ ആ റേഷ്യോയും ഗിവൺ ആണ്, വിച്ച് ഇസ് 3. pKയുടെ വാല്യൂ 4.76. അപ്പം അവിടുന്ന് നമുക്ക് pH എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ ഹെൻഡർസൺ-ഹാസൽബാക്ക് ഇക്വേഷൻ എഴുതുക. pH is equal to pKa plus log of A- by HA. ഇതാണ് ഹെൻഡർസൺ-ഹാസൽബാക്ക് ഇക്വേഷൻ. ഇവിടുന്ന് നമുക്ക് 4.76 പ്ലസ് ലോഗ് ഓഫ് 3.0. 4.76 പ്ലസ് ലോഗ് ഓഫ് 3 എന്ന് പറയുന്നത് 0.47712 എന്നാണ്.
അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരുമ്പോൾ 5.23712 എന്ന് വരും, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 5.24. അപ്പം പി എച്ച് എന്ന് പറയുന്നത് 5.24 ആണ്. അപ്പോൾ യൂഷ്വലി ഈ ഒരു ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തുള്ളൂ. പിന്നെ മേ ബി വേണമെങ്കിൽ പി ഒ എച്ചും പി എച്ചും തന്നിട്ട് അങ്ങനെ ചോദിക്കാം. പി എച്ചും പി ഒ എച്ചും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 14 കിട്ടും. അപ്പോൾ അത് വെച്ചപ്പോൾ പി ഒ എച്ച് തന്നിട്ട് പി കെ കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കിൽ ഈ പി ഒ എച്ചും അത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് പി എച്ച് കണ്ടുപിടിക്കുക. പി എച്ച് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഈ എ മൈനസ് എച്ച് എന്ന് പറയുന്ന ഈ കോൺസെൻട്രേഷനും ഗിവൺ ആയിരിക്കും. അപ്പം അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹെൻഡർസൺ ഹാസൽബാക്ക് ഇക്വേഷൻ വെച്ച് അത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വേറെയും ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻസിൽ പറഞ്ഞിരുന്നാൽ മതി. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ചോദിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.